ചിക്കൻ വാങ്ങുമ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചില്ലി ഗാർലിക് ചിക്കൻ. ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും മുട്ടയുടെ വെള്ളയും കുറച്ച് ഓയിലും കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, റെഡ് ചില്ലി സോസ്, സോയാ സോസും കുറച്ച് പഞ്ചസാരയും കോൺഫ്ലോറും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതവിടെ നിൽക്കട്ടെ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിനെ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ എണ്ണയിൽ നിന്നൊന്ന് വറുത്ത് കോരാം. ഇനി വേറൊരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് 2 വറ്റൽമുളകും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസിന്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടോടെ തന്നെ എടുത്ത് കഴിക്കാം. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. കൂടെ കഴിക്കാനൊന്നുമില്ലെങ്കിലും ഈ ഒരു ഐറ്റം വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിലുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.